ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫാഷൻ ഫ്ലൈയിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബട്ടറാണ്. വീട്ടിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ബട്ടർ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒരു 2 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ ബട്ടർ. അപ്പോൾ നമുക്കത് എങ്ങനെ വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്കതിന് വേണ്ടത് നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നെയ്യുടെ ഒപ്പം പിന്നെ വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും ഇതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ ഈ നെയ്യ് 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് നമുക്ക് നെയ്യൊക്കെ അളവ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ കേക്കിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സാൾട്ടിൻ്റെ ബട്ടർ നമുക്ക് വേണ്ട. ഇപ്പോൾ ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ സമയത്ത് ഷുഗറോ സാൾട്ടോ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഐസ് ക്യൂബുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരു 1 മിനിറ്റോളം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1 മിനിറ്റ് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ഇവിടെ മിക്സിയിൽ അടിച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ ഒരു തരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കളർ കിട്ടും ബട്ടറിൻ്റെ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു ഐസ് ക്യൂബിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ബട്ടർ പേപ്പർ വെച്ച് ഒരു പാത്രത്തിലേക്കാണെങ്കിലും നമുക്കിത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ഐസ് ട്രേയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം ബട്ടറാണ് ആവശ്യം എന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുക. നെയ്യ് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു കുറച്ചേ എടുത്തിട്ടുള്ളൂ. കുറച്ച് ബട്ടർ എടുത്ത് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അത്രയാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി ഇത് ഒരു 20 മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ 1 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന നമ്മുടെ ബട്ടർ റെസിപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.